നമ്മളിപ്പോൾ നിൽക്കുന്നതേ കോഴിക്കോട്ടെ ഒരു ഡ്രൈവിംഗ് ബീച്ചിലാണ്. ഡ്രൈവിംഗ് ബീച്ച് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് മുഴുപ്പിലങ്ങാടും അതുപോലെ തന്നെ തിക്കോടിയൊക്കെയാണ്. എന്നാൽ കോഴിക്കോട് ടൗണിനോട് ചേർന്ന് ഒരു അടിപൊളി ഡ്രൈവിംഗ് ബീച്ചുണ്ട്. നല്ല ശാന്ത സുന്ദരമായ ഒരു ബീച്ചാണ്. അപ്പം അതിൻ്റെ വീഡിയോസാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. എവിടെയാണെന്നും ഇവിടെ എങ്ങനെ എത്തിച്ചേരാമെന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടോളൂ. കോഴിക്കോട് അധികം ആരും അറിയാത്ത ഒരു ഡ്രൈവിംഗ് ബീച്ചാണ് ഈ എലത്തൂർ ബീച്ച്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും. എലത്തൂർ പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് കോഴിക്കോട് നിന്ന് വരുമ്പോൾ തൊട്ടിപ്പുറത്തൂടെ റോഡുണ്ട്. ആ റോഡിനിങ്ങോട്ട് തിരിയണം. അതായത് ഇടതുവശത്തേക്കുള്ള റോഡാണ്. ഒരു സ്കൂളിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡ്. നമ്മൾ അതിൽ കൂടെ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് വരുമ്പോഴേ നമുക്ക് കടൽ കാണാം. അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഈ തെങ്ങുംതോപ്പിലൂടെ അങ്ങോട്ട് പോകണം നമ്മുടെ എലത്തൂർ ബീച്ചിലേക്ക്. നല്ല രസമുള്ള ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ യാത്രയും. ഈ തെങ്ങുംതോപ്പിലൂടെയുള്ള യാത്ര നല്ല രസമുണ്ട്. ഒരു വശത്ത് കടലും ഒരു വശത്ത് തെങ്ങുംതോപ്പും. അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് എലത്തൂർ ബീച്ചിലേക്ക്. കണ്ടോ, ഇവിടെ ഒരു കടയുണ്ട്, ഒരു ഐസ്ക്രീം പാർലറുണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കാഴ്ചകൾ. ഇനി നമുക്ക് ഡ്രൈവിംഗ് ബീച്ചിലെ കാഴ്ചയിലോട്ട് പോകാം. നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങുകയാണ്. എല്ലാവരും ഈ വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് ചെയ്തുകൊണ്ട് വീഡിയോ കണ്ടോളൂ. നിങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരിക്കും ഈ വീഡിയോ. പണ്ട് നമ്മൾ മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അതും ഇതും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കോഴിക്കോടത്തെ ഒരു പുതിയ ഡ്രൈവിംഗ് ബീച്ചായിട്ട് നമുക്ക് ഇതിനെ കണക്ക് കൂട്ടാം. അടിപൊളി വൈബാണ് ഈ ബീച്ചിലോട്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ. നിങ്ങൾക്ക് വാഹനങ്ങളൊക്കെ ഉണ്ട്, ഇവിടെ വന്നിട്ട് ഓടിക്കുകയും ചെയ്യാം. ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സാണ്. സിഗ്മേഷും മോനും ഉണ്ട്. നീ പോയി കളിച്ചോ? പങ്കായത്തിന്റെ അടുത്തോ? സിഗ്മേഷ്. ഞങ്ങളിപ്പോൾ ഒരുപാട് വീഡിയോസായി ഒന്നിച്ച് ചെയ്യുന്നത്. ഇവിടെ നല്ല അസ്തമയം കിട്ടൂലേ, സൺസെറ്റ്. ഈ ബീച്ചിൽ വൈകുന്നേരം വരികയാണെങ്കിൽ നമുക്ക് ഒരു അടിപൊളി സൺസെറ്റും കാണാനായിട്ട് കഴിയും. നല്ല രസമുള്ള ബീച്ചാണ്. അധികം തിരക്കൊന്നുമില്ല. ഉള്ളവരാണെങ്കിൽ ഇവിടെ ഒരുപാട് പണിയിലുമാണ്. ആ പണി എന്താണെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം. അച്ഛനും മോനും കൂടെ കടലിലോട്ട് പോകാം. കുറേ തോണികളൊക്കെ ഉണ്ട്. ഞാൻ ഈ അടുത്ത കാലത്താണ് ഇങ്ങനെയുള്ളൊരു ബീച്ചിൻ്റെ കാര്യം അറിയുന്നത്. നമ്മൾ സാധാരണ ബീച്ചിൽ പോകുന്ന ആ ഒരു ഫീലല്ല നമുക്ക് ഈ ബീച്ചിൽ നിന്ന് ലഭിക്കുക. അതെന്താണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് നല്ലൊരു ഫീലാണ്. അതുപോലെ തന്നെ നമുക്ക് സൺസെറ്റ് കാണാം. അതുപോലെ തന്നെ വേറൊരു സംഭവമുണ്ട്. ഇവിടെ എല്ലാവരും വന്നിട്ട് കണ്ടില്ലേ, ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതേ എരുന്ത് എന്ന് പറഞ്ഞ സാധനം പിടിക്കുകയാണ്. ഈ എരുന്ത് നമുക്ക് കറി വെക്കാനൊക്കെ പറ്റും. കോഴിക്കോടുകാരുടെ ഒരു പ്രത്യേക ഭക്ഷണമാണ്, ഒരു സ്പെഷ്യൽ സാധനമാണ്. അപ്പോൾ അത് ഇവിടുന്ന് പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പലരും വെള്ളത്തിലിരുന്ന് പിടിക്കുന്ന കാണുന്നത്. അതൊരു സംഭവമായിട്ട് കാണുക. ഞാൻ എരുന്തിനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു കൊച്ചുകൂടെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. എന്താ ഞാനിപ്പം വെള്ളത്തിലൂടെയാണ് നടക്കുന്നത്. പക്ഷേ അറിയുന്നില്ലല്ലോ. നല്ല രസമാണ് ഇതിലെങ്ങനെ കടലിലോട്ട് ഇറങ്ങിപ്പോകാൻ. ശ്രദ്ധിക്കണം, കുട്ടികളെയും കൊണ്ടൊക്കെ വരുന്നവർ ശ്രദ്ധിക്കണം. ഇതുണ്ട്, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാനിതിൽ കൂടെ സിഗ്മേഷൻ്റെ അടുത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതുണ്ടോ നല്ല വെളുത്ത നല്ല രസമുള്ള മണൽത്തരികൾ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ നടക്കുകയാണ്. ഒരു നല്ലൊരു ഫീലാണ്. എന്താ വണ്ടി ഓടിച്ച പാടുകളാണ്. ഈ ബീച്ചിലെ ഈ എരുന്തെന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് പെറുക്കുന്ന ആൾക്കാരാണ് ഇത് കാണുന്നതൊക്കെ. ബീച്ചിലെ കാഴ്ചകൾ കാണാൻ കുറേ എരുന്തുകളൊക്കെ പെറുക്കി വീട്ടിൽ കൊണ്ടുപോകാം. കക്ക അതൊക്കെ അവിടെ പെറുക്കുന്നുണ്ടാവും. എൻ്റെ ബാഗിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും. എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അതാണ്. കവർ കൊണ്ടിട്ട് എരുതിനൊക്കെ പെറുക്കി കൊണ്ടുപോകാം. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആ സൺസെറ്റ് കാണാനൊരു അടിപൊളി, എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവാത്തൊരു സംഭവമാണ് ഈ സൺസെറ്റിൻ്റെ ഒരു കാഴ്ച. കണ്ടില്ലേ, നല്ല രസമുള്ള ആകാശം, അതുപോലെ തന്നെ കടലും. വാവ്, സൂപ്പർ. ഇതൊരു ഒന്നൊന്നര സംഭവമാണ്. ഇതാണ് ഇവിടുത്തെ വൈബ്. നല്ല കിടിലൻ ഡ്രൈവിംഗ് ബീച്ച്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട്ടെ ഡ്രൈവിംഗ് ബീച്ചായ എലത്തൂർ ബീച്ചിലാണ്. കോഴിക്കോട് ടൗണിൽ നിന്നും ഏകദേശം ഒരു 15 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ ബീച്ചുള്ളത്. ഈ ബീച്ചിലോട്ട് എത്തിപ്പെടാനായിട്ട് എലത്തൂർ വന്നതിന് ശേഷം പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തൂടെ റോഡുണ്ട്, ബീച്ചിലോട്ടുള്ള റോഡ്. ഒരു LP സ്കൂളൊക്കെ ഉണ്ട്. അതിലും കൂടി വന്നാൽ നമുക്ക് ബീച്ചിലോട്ട് എത്തിച്ചേരാനായിട്ട് കഴിയും. വളരെ ശാന്തസുന്ദരമായി നമുക്ക് സൺസെറ്റ് ആസ്വദിക്കാൻ പറ്റിയ ഒരു ബീച്ചാണ്. അവിടെ വല നന്നാക്കുന്നവരുണ്ട്, തോണിക്കാരി. ഇനി ഞാൻ നിങ്ങൾക്ക് എരുന്ത് എന്ന് പറയുന്ന സാധനത്തിനെ കാണിച്ചു തരാവേ. ഈ എരുന്ത് എന്ന് പറയുന്ന സാധനം ഇതാണ്. ഇതൊക്കെ ഇവിടെ നിന്ന് പിടിച്ചതായി. ഇതൊരു ഗോവ ബീച്ചിൻ്റെ ഒക്കെ ഒരു വൈബ് കിട്ടുന്ന ബീച്ചാണ്. ആളുകൾ കുറവാണ്, പക്ഷേ നല്ല രസമുണ്ട് ഇവിടുത്തെ ബീച്ച് കാണാൻ. നമ്മുടെ ബൈക്കിൽ നോക്കി കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന വണ്ടിയുടെ ടയർ പാടുകളൊക്കെ കാണാനായിട്ട് കഴിയും. നമ്മുടെ ഫ്രണ്ട്സ് സിപ്പു മോനെയും കൊണ്ട് കടലിൽ ഇങ്ങനെ പോയിക്കൊണ്ട് എന്തൊക്കെയോ മാന്തി എടുക്കുന്നുണ്ട്. അവനും എടുക്കാൻ തുടങ്ങി തോന്നുന്നു. നല്ല കാറ്റുണ്ട് കേട്ടോ അവിടെ. ശാന്തസുന്ദരമായ ഈ ബീച്ച് ആസ്വദിക്കാനായിട്ട് എല്ലാവരും ഒന്ന് വരിക. സാധാരണ നമ്മൾ തിരക്കുള്ള ബീച്ചിലൊക്കെ എല്ലാവരും പോകുന്നത്. എന്നാൽ എലത്തൂർ വന്നു കഴിഞ്ഞാൽ ശാന്തസുന്ദരമായിട്ട് നമുക്ക് ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് കഴിയും. കണ്ണാടി പോലെ തിളങ്ങുന്ന സ്ഥലം മണലാണ് കേട്ടത്. കോഴിക്കോട് മാനാഞ്ചിറയിൽ നിന്ന് എല്ലായ്പ്പോഴും എലത്തൂർക്ക് പ്രൈവറ്റ് ബസ്സുകളുണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് വാഹനമില്ലാത്തവർക്ക് ആ ബസ്സിൽ ഇവിടെ വരാവുന്നതാണ്. എരുന്തിൻ്റെ അടുക്കാണ്. ഇതെങ്ങനെ മണ്ണിൻ്റെ അടിയിലായിരിക്കൂലേ? മണ്ണിൻ്റെ അടിയിലാ. നമ്മളെ കൂടെ വന്ന സിഗ്മേഷന് നല്ലൊരു പണി കിട്ടി, എരുന്തിനെ പെറുക്കൽ. അവൻ കുറച്ച് പെറുക്കിട്ടോ. അവനും മോനും കൂടെ കുറച്ച് എരുന്തിനെയൊക്കെ പെറുക്കിയിട്ടാണ് ബീച്ചിൽ നിന്ന് ഞങ്ങൾ തിരിച്ചത്. ആ ഒരു കൊച്ചിൻ്റെ ഒരു കവർ നിറച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെക്കൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. എലത്തൂർ
ടൗണിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഈ ബീച്ചിലേക്ക്. നമ്മുടെ സിഗ്നേഷന് കുറച്ച് എരുന്തുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളത് പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്നപ്പോൾ. ഞങ്ങളൊരു നല്ല ഡ്രൈവിംഗ് ബീച്ച് കാണാൻ എന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ എല്ലാവരും എരുന്തിനെ പെറുക്കുന്ന തിരക്കിലാണ്. ഞണ്ടുകൾ ഉണ്ടാക്കിയ കുഴിയാണിത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് ഇങ്ങനെ ഞണ്ടുകൾ. നമ്മൾ ഞണ്ടിനെ നോക്കിയിട്ട് ഞണ്ടിനെ കണ്ടില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിയ കുഴികൾ കാണാം. പ്രത്യേകതയില്ലേ, അതുകൊണ്ടോ കുറച്ച് നനയാതെ തിരമാലകളല്ല. ഇനി ഞാൻ വേറൊരു സംഭവം കാണിച്ചുതരാം. ഇതുണ്ടോ, ഈ ചുറ്റും വെള്ളം ഒഴുകുകയാണ്. അവിടെ കുറച്ച് സ്ഥലം മാത്രം നനയാതെ ഒരു മണൽത്തിട്ട. എല്ലാവരും അവിടെ പോയിട്ട് വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു. ആ തിരക്കിലാണ്. ഞാനും പയ്യെ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. നടക്കണ ഈ വെള്ളത്തിലൂടെ അങ്ങോട്ട് നടക്കണം. അപ്പോഴാണ് നമുക്ക് ആ ചെറിയ മണൽത്തിട്ടയിലോട്ട് എത്താനായിട്ട് കഴിയുക. ഞാനും പോയി ഒന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു വിട്ടു. അതാണ്ടോ, ഇവിടെ നനഞ്ഞിട്ടേ ഇല്ല, ചുറ്റും വെള്ളമുണ്ട്. അടിപൊളി വൈബായില്ലേ? കല്യാണത്തിൻ്റെ സേവ് ദ ഡേറ്റ്, ഫോട്ടോഷൂട്ട്, അതിനൊക്കെ ആളുകൾ ഇവിടെ വരാറുണ്ട്. ഇപ്പോൾ മഴ നമ്മളെ ചതിച്ചു. നമുക്ക് 1-2 വണ്ടികളുടെയൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ മഴ ആയതുകൊണ്ട് ആരും വരുന്നില്ല. അപ്പോൾ നമ്മൾ വേഗം തിരിച്ചു കയറാനുള്ള പരിപാടിയാണ്. നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ ബോർഡ് തീർച്ചയായും വായിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ചായ കടയുണ്ട്. നല്ല തിരക്കാട്ടോ മഴ പെയ്തപ്പം. ഞങ്ങളിപ്പോൾ ഇവിടെ കയറി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് മഴ തോരാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് കടലിലോട്ട്, ബീച്ചിലോട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ തെങ്ങുതോപ്പിൽ നമ്മുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. കോഴിക്കോട് വരുന്നവരെ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു അടിപൊളി ബീച്ചാണ് ഈ എലത്തൂർ ഡ്രൈവിംഗ് ബീച്ച്. നമ്മുടെ എലത്തൂർ ബീച്ചിലെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? കാഴ്ചകളും വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. മറ്റൊരു പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.